നമസ്കാരം. ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. ലോകമെമ്പാടും തന്നെ ജൂലൈ അവസാന വാരം ORS വാരമായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. ലോകത്തെല്ലാം ആകമാനം തന്നെ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന രോഗാവസ്ഥകളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രോഗമാണ് ഛർദി, വയറിളക്ക രോഗങ്ങൾ. വയറിളക്കം മൂലം ശരീരത്തിൽ നിന്ന് ധാരാളം ജലവും സോഡിയം, പൊട്ടാസ്യം പോലുള്ള ലവണങ്ങൾ നഷ്ടപ്പെടുന്നത് മൂലം ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം എന്നുള്ളൊരു അവസ്ഥയുണ്ടാകുന്നു. ഈ നിർജ്ജലീകരണം മൂലം ലോകമെമ്പാടും പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിൽ ധാരാളം കുട്ടികൾ ഇന്നും മരിക്കുന്നുണ്ടെന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്. ജലം, ലവണങ്ങൾ, ഗ്ലൂക്കോസ് എന്നിവയുടെ സംയോജനമായ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ORS ഈ നിർജ്ജലീകരണം തടയുന്നതിൽ ഏറ്റവും ഫലപ്രദവും ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും ലളിതമായ ഒരു മാർഗ്ഗമാണ്. എത്ര കഠിനമായ വയറിളക്കം ഉള്ളവരിൽ പോലും ഗ്ലൂക്കോസിൻ്റെ സഹായത്താൽ ജലവും ലവണങ്ങളും ശരീരത്തിലോട്ട് കൂടുതൽ ആഗിരണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ നിർജ്ജലീകരണം ORSന് തടയാൻ കഴിയുന്നത്. ഇത്ര ലളിതമായ ഒരു ചേരുവയാൽ ഇത്രയധികം ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. ഇതിന് WHO ലോകാരോഗ്യ സംഘടന പറയുന്ന ഉത്തരം എന്തെന്നാൽ ലോകത്ത് നടക്കുന്ന 93% നിർജ്ജലീകരണം മൂലമുള്ള മരണങ്ങളും ORS കൊണ്ട് തടയാം എന്നുള്ളതാണ്. ഇത് സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് കണക്കാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് 20ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും മഹത്തായ മെഡിക്കൽ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി ORSൻ്റെ കണ്ടുപിടുത്തങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത്. ORS നമുക്ക് 2 തരം പാക്കറ്റുകളിൽ ലഭ്യമാണ്. ഒന്ന് 1 ലിറ്ററിൽ അലിയിപ്പിക്കാവുന്ന വലിയ പാക്കറ്റും, രണ്ടാമത് ചെറിയ 200 മില്ലി വെള്ളത്തിൽ, അതായത് 1 ഗ്ലാസ്സിൽ അലിയിപ്പിക്കാവുന്ന ചെറിയ പാക്കറ്റും. ആദ്യത്തെ വലിയ പാക്കറ്റ് 1 ലിറ്റർ വെള്ളത്തിലും രണ്ടാമത്തെ പാക്കറ്റ് ചെറിയ പാക്കറ്റ് 200 മില്ലി വെള്ളത്തിൽ മുഴുവൻ പാക്കറ്റും പൊട്ടിച്ചൊഴിച്ച് ഒരു സ്പൂണിട്ട് നല്ലപോലെ ഇളക്കി നമുക്കൊരു ജാറിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് 1 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. ചെറിയ കുട്ടികൾക്ക് ഈ ORS സ്പൂൺ കൊണ്ടും വലിയ കുട്ടികൾക്ക് കപ്പിലും വേണം നൽകാൻ. കുട്ടികൾക്ക് ആവശ്യാനുസരണം ORS നൽകാമെങ്കിലും 2 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഓരോ പ്രാവശ്യം മലം പോകുമ്പോഴും 50 മുതൽ 100 മില്ലി ORSും 2 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 100 മുതൽ 200 മില്ലി വീതം ORSുമാണ് നൽകേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ WHO നിർദ്ദേശിച്ച ORS പാക്കറ്റുകൾ തന്നെ നിങ്ങൾ വാങ്ങിക്കണം. ഇപ്പോൾ സുലഭമായി കിട്ടുന്ന ORS ലായനികളോ അല്ലെങ്കിൽ ജ്യൂസ് പോലെയുള്ള ORSകളോ പലപ്പോഴും ലോകാരോഗ്യ സംഘടന നിഷ്കർഷിച്ച ORS ആയിരിക്കണമെന്നില്ല. ഇനിയും ORS ലഭ്യമല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ലായനികളും ഇതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി 1 ലിറ്റർ വെള്ളം നല്ലപോലെ തിളപ്പിച്ചാറിച്ചിട്ട് അതിൽ 8 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പുമിട്ട് നല്ലതുപോലെ കലക്കി സൂക്ഷിക്കാം. ഇത് ORSന് പകരമായി നമുക്ക് ഉപയോഗിക്കാം. ഇതുകൂടാതെ ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പിട്ട സൂപ്പുകൾ, കരിക്കും വെള്ളം എന്നിവയെല്ലാം ORSൻ്റെ കൂടെ നൽകുകയോ അതിന് പകരമായി ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പഴങ്ങളുടെ ജ്യൂസ്, ശീതളപാനീയങ്ങൾ, കാപ്പി, ചായ ഒന്നും ഈ സമയത്ത് കുഞ്ഞിന് നല്ലതല്ല. നിർജ്ജലീകരണത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ, അതായത് നാക്ക് വരണ്ടിരിക്കുക, കണ്ണ് കുഴിഞ്ഞിരിക്കുക, തൊലിയിൽ വലിച്ചിലുണ്ടാവുക, മൂത്രം പോകുന്നത് കുറയുക എന്നിവ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ORS കൊടുത്താൽ നമുക്ക് ധാരാളം ജീവൻ രക്ഷിക്കാൻ കഴിയും. അങ്ങനെ മനുഷ്യരാശിക്കും വൈദ്യശാസ്ത്രത്തിനും ഒരു വലിയ കാൽവെപ്പാണ് അനേകം ജീവൻ രക്ഷിച്ചിട്ടുള്ള ഈ കുഞ്ഞ് പാക്കറ്റുകൾ. നന്ദി, നമസ്കാരം.